സിനിമയിലൂടെ നമുക്കൊരു നല്ല രാഷ്ട്രീയ നേതാവിനെ കാണാൻ പറ്റി. ഉർവശി ചേച്ചി ഇനി എന്നാ നേരില് ഇല്ല മോളെ, അതിനൊന്നും എന്നെ കൊള്ളൂല്ല. നമ്മുടെ ഒരു വീട് നോക്കി നടത്താൻ തന്നെ തത്രപ്പടവിടുന്ന ഒരാളാണ് ഞാൻ മിക്കവാറും തിയേറ്ററിൽ പോകുന്നതല്ലേ. അല്ല, ഈ പടം കണ്ട സമയത്ത് പണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇപ്പോഴല്ലേ നമ്മൾ ആദ്യം ഒരു പടം തീർത്തില്ല. എന്തായാലും കുഴപ്പമില്ല. ശിവാസ് വലിയ കുഴപ്പമില്ലാത്ത ഡയറക്ടറാണ്. താണ്ട് ഇതിനകത്ത് അഭിനയിച്ച് താന്റെ കുത്തിയ ആളെ കൂടെ നിൽക്കുന്നു. കൂടെ തന്നെ നിൽക്കുക. കുത്തിയതും പോലെ ഫോളോ ചെയ്ത് കൊണ്ട് കുത്താൻ കാണാനുണ്ട്. അവര് സ്വീകരിക്കും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ചെയ്തു. ആദ്യത്തെ ഒരു ഡയറക്ടറുടെ സംരംഭമാണ്. പിന്നെ കുറേ വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. അപ്പോൾ എന്തായാലും മോശം വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാരും കണ്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? സിനിമയിലൂടെ നമുക്കൊരു നല്ല രാഷ്ട്രീയ നേതാവിനെ കാണാൻ പറ്റി. ഉർവശി ചേച്ചി ഇനി എന്നാ നേരില് അഭിനയിച്ചു. അപ്പൊ നമ്മൾ ആഗ്രഹിക്കാതിരിക്കും ഉർവശി ചേച്ചി നമ്മുടെ ഇല്ല മോളെ, അതിനൊന്നും എന്നെ കൊള്ളൂല്ല. നമ്മുടെ ഒരു വീട് നോക്കി നടത്താൻ തന്നെ തത്രപ്പടവിടുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ പിന്നെ ഒരു നാട് നോക്കി നടത്താൻ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ നാടകത്തിലും അതിലും ഇതിലൊക്കെ അത്യാവശ്യം ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ ഇതിപ്പം ലാസ്റ്റ് മിനിറ്റ് ആ ക്യാരക്ടറിനൊരു വേറൊരാളിനെ ഇനി തപ്പിപ്പോണ്ടല്ലോ എന്ന് വിചാരിച്ചൊക്കെ ചെയ്തതേ ഉള്ളൂ. അതിൽ പല ക്യാരക്ടേഴ്സും ചേട്ടനെ നേരിട്ട് കാണുകയും പരിചയപ്പെടുകയും ചെയ്ത ആൾക്കാരാണ്. അപ്പൊ അത് കുറച്ച് എളുപ്പമാകുമല്ലോ എന്ന് വിചാരിച്ചു. കുഴപ്പമില്ലല്ലോ അല്ലേ? അല്ല, സാധാരണ നമ്മളെല്ലാം ഒരുപാട് പേര് പെർഫോം ചെയ്ത് കണ്ടിട്ടുണ്ട്. സുരാജ്, അയ്യപ്പ പ്രസാദ് അവരൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് കുറച്ച് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള അപ്പിയറൻസിൽ വരുന്ന ഒരു കക്ഷിയാണ്. അങ്ങനെ ഒരാൾ ചേട്ടന് പരിചയമുള്ള ഒരാളുണ്ട്. അപ്പൊ അതുകൊണ്ട് മാനറിസംസ് അറിയാലോ. അതുകൊണ്ടാണ് പിന്നെ എല്ലാവരും കൂടെ നിർബന്ധിച്ച്. ജീവിതമാണോ ശിവപ്രസാദ് സാറിനെ ഇങ്ങനെ ഒരു ഡയറക്ടറും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററും ഒക്കെ? അല്ല മോളെ, അതിനു മുമ്പ് ഞങ്ങൾ പരിചയപ്പെടുന്നതിന് മുമ്പേ ചേട്ടൻ്റെ പാഷനാണ് സിനിമ. എൻ്റെ ബ്രദറിൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ എൻ്റെ ആങ്ങളെ കൊണ്ടു നടക്കുമായിരുന്നു പല ഡയറക്ടേഴ്സിനെയും മീറ്റ് ചെയ്യിക്കാനും കഥ പറയാനും ഒക്കെ. അതിപ്പം നടപ്പിലായെന്നുള്ളതേ ഉള്ളൂ. ഇത് കുറെ നാളായി ഇത് പ്ലാൻ ചെയ്യുന്നു. പിന്നെ അങ്ങ് ഒത്തു വന്നപ്പോ അങ്ങ് നടത്തി. സാർ, ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക് ഉർവശി ചേച്ചിയുടെ ആക്ടിങ്ങിനെ കുറിച്ച് രണ്ടു പേർക്ക് പറയാമോ? ഒരു ഡയറക്ടറിന്റെ ആക്ടിങ് നല്ലതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലും ആക്ട് ചെയ്തളേ. ശരിയല്ലേ? ആക്ടിങ് നിങ്ങൾക്ക് അറിയാത്ത ആക്ടിങ് എന്താണ്? ഉർവശിയുടെ ആക്ടിങ് എന്താണ് ഞാൻ പറയേണ്ടത്? ജീവിതത്തിൽ ആക്ടിങ് ഇല്ലാത്തൊരു വ്യക്തി. എന്താ പേര്? ആര്യ. ഇടുക്കി. ഞങ്ങളുടെ പടം എല്ലാവരും പ്രൊമോട്ട് ചെയ്യണം. തിയേറ്ററുകളൊക്കെ ഇപ്പോൾ ഇത്തിരി കുറവുണ്ട്. പടം നല്ലതാണെങ്കിൽ എല്ലാവരും പ്രൊമോട്ട് ചെയ്ത് വിടുക കേട്ടോ. ഓക്കെ, കണ്ടവരോട് ചോദിക്കേ. നിങ്ങൾക്ക് കണ്ടിട്ട് എങ്ങനെയുണ്ട് പടം? കണ്ടിട്ട് വളരെ ഇഷ്ടമായി. സെറ്റില് സാറിന് ഉർവശി ചേച്ചിയെ കുറിച്ച് അഭിനയിപ്പിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ആണോ? അറിയണോ? ശ്രീലക്ഷ്മി, അഭയ് പുതിയ എൻട്രീസ് ആണ്. ഇതും പുതിയ ആക്ടറാണ്. അല്ല, ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് കുറെയൊക്കെ. കുറേ ആളുകളുണ്ട്. അതാണ് ഞങ്ങളുടെ നമ്മുടെ എഡിറ്ററാണ്. പിന്നെ കലേഷനെ ബാധിക്കപ്പെടുത്തുന്നവന് ഇത് അറിഞ്ഞൂടെ? ഇപ്പൊ നടനുമായി എന്റെ സഹോദരനാണ് അഭിലാഷ് പിള്ള. പടം ഞാൻ ഭയങ്കര ഫാനാണുള്ളത് ചേച്ചിയുടെ. ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ, ഇഷ്ടപ്പെടുമോന്ന് അറിയത്തില്ല. കുഞ്ഞാറ്റ് സിനിമയിലേക്ക് വരുന്നത് വീട്ടിലെ അച്ഛനും അമ്മയും എല്ലാം സിനിമയിലായി കഴിഞ്ഞു. അപ്പം കുഞ്ഞാറ്റിന് എന്നായിരിക്കും? ഉണ്ട് മോളെ, ഉണ്ട് മോളെ. ഒരുപാട് ഓഫേഴ്സും ഉണ്ട്. മിക്കവാറും ഈ വർഷം തന്നെ ഉണ്ടാവും. അത് മലയാളം തന്നെ ആയിരിക്കും. അല്ല, നിങ്ങൾ എടുത്ത് ചോദിക്കും. അത് കേട്ടിരുന്നില്ല. എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. ഇവിടെ ജോലി ചെയ്തു.
പഠിത്തം കഴിഞ്ഞു, അത്യാവശ്യം ജോലി ചെയ്തു. എന്നിട്ടാണ് ഒരു വർഷം ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടമ്മ, അത് ശരിയാവുന്നില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ജോലിക്ക് കയറിക്കൊള്ളാം. അങ്ങനെ അവർ നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടാവുമല്ലോ, നിങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്താൽ മതി. പിന്നെ ഞങ്ങൾ കാണാതിരിക്കും. താങ്ക് യു. അപ്പൊ എന്തായാലും ഒരുപാട് നേരം താങ്ക് യു സോ മച്ച്.